നമ്മൾ നേരത്തെ LDF സൂചിപ്പിച്ചു. ഇനി കോൺഗ്രസ് UDF വന്നാൽ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ KPCCയുടെ അടിയന്തര നേതൃയോഗം ഇന്ന് ചേരുന്നുണ്ട്. രാവിലെ 10:30 ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ K സുധാകരന്റെ അധ്യക്ഷതയിലാകും യോഗം. KPCC ഭാരവാഹികൾക്ക് പുറമെ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരും യോഗത്തിൽ പങ്കെടുക്കും. തൃശൂരിലെ തോൽവിയെക്കുറിച്ചും വിശദമായിട്ടുള്ള ചർച്ചയുണ്ടാകും. അതേസമയം വൈകുന്നേരം കന്റോൺമെന്റ് ഹൌസിൽ ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ പാലക്കാട്ടെയും ചേലക്കരയിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് സൂചന. മിഥുൻ തുടരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മിഥുൻ, ഒരിടത്ത് വലിയ വിമർശനങ്ങൾ വരുന്ന ഒരു ക്യാമ്പാണെങ്കിൽ മറുവശത്ത് ഒരാശ്വാസത്തിന്റെ നേട്ടം കൊയ്തതിന്റെ തിളക്കത്തിലാണ്. പക്ഷെ അപ്പോഴും അവിടെ കല്ലുകടിയായി തൃശൂർ എന്നുള്ള മണ്ഡലത്തിലെ തോൽവി നിലനിൽക്കുന്നുണ്ട്. അതും ഏറ്റവും കരുത്തനായിട്ടുള്ള K മുരളീധരന്റെ പരാജയം അത് അദ്ദേഹം ഉയർത്തുകയും ചെയ്തു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് നേതൃയോഗത്തിൽ? എൽദോ KPCC UDF നേതൃയോഗങ്ങളാണ് ഇന്ന് ചേരുന്നത്. രാവിലെ 10:30 KPCC ആസ്ഥാനത്ത് വെച്ചാണ് K സുധാകരന്റെ അധ്യക്ഷതയിലാണ് KPCC നേതൃയോഗം ചേരുന്നത്. വൈകിട്ട് 5 മണിക്ക് കന്റോൺമെന്റ് ഹൌസിലാണ് UDF നേതൃയോഗം ചേരുകയും ചെയ്യുന്നത്. ഇതിൽ രാവിലെ ചേരുന്ന KPCC നേതൃയോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള MP-മാരും ഒപ്പം തന്നെ MLA-മാരും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വലിയ വിജയമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് കൊയ്യാൻ സാധിക്കുകയും ചെയ്ത് അതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് ഈ ഒരു യോഗത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന നേതാക്കൾ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം തൃശൂര് ഒപ്പം തന്നെ ആലത്തൂര് ഈ രണ്ട് മണ്ഡലങ്ങളും കൈവിട്ടത് എങ്ങനെയാണ്, ഇവിടുത്തെ പരാജയം സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള പരിശോധനകളും ഒപ്പം തന്നെ നേതാക്കളുടെ വിമർശനങ്ങളും ഒക്കെ ഇന്നത്തെ യോഗത്തിൽ ഉയരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം തൃശൂര് കഴിഞ്ഞ തവണ TN പ്രതാപൻ 70,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ അവിടെ ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് K മുരളീധരൻ പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ ഇപ്പോഴും വലിയ രീതിയിൽ നേതാക്കൾ തമ്മിലുള്ള ചേരിതിരിഞ്ഞുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. മുൻ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ K മുരളീധരനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു, TN പ്രതാപൻ പ്രവർത്തിച്ചു എന്നടക്കമുള്ള ഒരു വിമർശനവുമായി എതിർ വിഭാഗം രംഗത്ത് വരികയും ഒപ്പം തന്നെ പലയിടത്തും പോസ്റ്ററുകൾ പതിച്ച് ഒരു ചേരിതിരിഞ്ഞുള്ള ഒരു പോരിലേക്ക് കൂടി പോകുന്നത് നമ്മൾ കാണുകയും ചെയ്താണ്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ അതിന്റെ റിപ്പോർട്ട് സമിതിക്ക് മുന്നിലാകെ വന്നിട്ടില്ല. പക്ഷേ ഇക്കാര്യങ്ങൾ ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകും. കൂടാതെ തന്നെ BJP ആണ് അവിടെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. BJP പല പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ 1ാം സ്ഥാനത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. 6 നിയോജക മണ്ഡലങ്ങളിൽ, തൃശൂർ ജില്ലയിൽ മാത്രം 6 നിയോജക മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എങ്ങനെ BJPക്ക് കൃത്യമായി വോട്ട് ലഭ്യമാക്കാൻ സാധിച്ചു, അവിടെ ഏതൊക്കെ തരത്തിൽ എങ്ങനെയാണ് പാർട്ടി വോട്ടുകൾ നഷ്ടമായത് തുടങ്ങിയടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്യും. കൂടാതെ ആലത്തൂരിൽ കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിലധികം വോട്ടുകളോടുകൂടി വിജയിച്ചു കയറിയതായിരുന്നു രമ്യ ഹരിദാസ്. പക്ഷേ ഇത്തവണ അവിടെ K രാധാകൃഷ്ണൻ, അതായത് CPM-ന്റെ ഏക കനലൊരു തരി എന്ന രീതിയിൽ ഏക സീറ്റ് ലഭ്യമായത് ആലത്തൂരാണ്. ആലത്തൂരിലെ പരാജയം സംബന്ധിച്ച് രമ്യ ഹരിദാസ് ഒരു പരസ്യ പ്രതികരണത്തിന് വലിയ രീതിയിൽ തയ്യാറായില്ല എങ്കിൽ പോലും തന്നെ അവിടുത്തെ പാലക്കാട് DCC അധ്യക്ഷനാണ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രമ്യ ഹരിദാസിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. കാരണം പലയിടത്തും ഈ ഒരു പ്രചാരണ രംഗത്ത് പോലും വലിയ രീതിയിൽ സജീവമാകാൻ രമ്യക്ക് സാധിച്ചിട്ടില്ല. നേതാക്കൾ പറയുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ രമ്യ തയ്യാറായില്ല തുടങ്ങിയടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പരാജയത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള വിമർശനങ്ങളുണ്ട്. അതും പാർട്ടി ഒപ്പം തന്നെ അന്ന് രമ്യ ഹരിദാസ് പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടി പറയുന്ന ചർച്ചകളിൽ മാത്രം തന്റെ അഭിപ്രായങ്ങൾ പറയുമെന്നായിരുന്നു വ്യക്തമാക്കിയത്. അക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് രമ്യ ഹരിദാസ് ഈ ഒരു യോഗത്തിൽ ഉയർത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങളും ചർച്ച ചെയ്യും. പക്ഷേ ഈ ചേലക്കര ഒപ്പം തന്നെ പാലക്കാട് തുടങ്ങിയ 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ KPCC നേതൃയോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു സാധ്യതാ ചർച്ചകൾ KPCC നേതൃത്വങ്ങളിൽ ഉയരും എന്നല്ലാതെ ഒരു വലിയ ചർച്ചയിലേക്ക് പോകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം UDF നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തുടക്കം കുറിച്ചു വെക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി വരും ദിവസങ്ങളിലെ അത് സംബന്ധിച്ചൊരു ധാരണയിലേക്ക് എത്തും. എന്തായാലും 2 സീറ്റും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. ഈ 2 സീറ്റുകളിൽ പാലക്കാടിലാണ് അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്. ചേലക്കരയിൽ K രാധാകൃഷ്ണനായിരുന്നു നേരത്തെ വിജയിച്ചിരുന്നത്. അവിടെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു K രാധാകൃഷ്ണൻ വിജയിച്ചു കയറുന്നത്. അവിടെ ഇത്തവണ തിരിച്ചു പിടിക്കാൻ പറ്റുമോ UDF-ന് എന്നുള്ളതാണ് പ്രധാനമായും നോക്കി കാണുന്നത്. അതിന് പറ്റിയ സ്ഥാനാർത്ഥികളെയും
അതുവേണ്ടിയുള്ള ചർച്ചകളുമൊക്കെ തന്നെ ഇന്നത്തെ UDF നേതൃയോഗത്തിൽ ഉണ്ടാകും. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ വിജയം ഒപ്പം തന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അവലോകനം അടക്കം ഈ ഒരു UDF നേതൃയോഗത്തിൽ ഉയർന്നു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2019 വലിയ വിജയം ഉണ്ടായതിനു ശേഷം പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഉണ്ടാകാൻ പാടില്ല എന്ന് കണക്കുകൂട്ടൽ കൂടിയാണ് ഈ ഒരു യോഗത്തിൽ ഇത് പ്രധാന അജണ്ടയായി മാറുകയും ചെയ്യുന്നത്. ശരി മിഥുന, എന്താണെങ്കിലും KPCC UDF നേതൃയോഗങ്ങൾ അത് ഇന്ന് ചേരുന്നുണ്ട്. ഇനി ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ ഏകദേശ ധാരണ ഉണ്ടാകുമെന്നുള്ളതാണ് സൂചന. MG മിഥുനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ പങ്കുവച്ചത്.